വർക്ക് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വരുന്നത് ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ്. ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് വരാനുള്ള കാരണങ്ങള്, ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാൻ അറിയാമല്ലോ, നമുക്കിപ്പോ ബിസിനസ് വേണ്ട രീതിയിൽ വളരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പൈസകൾ കിട്ടുന്നില്ല. നമ്മൾ സേവ് ആപ്പിൽ വന്നതിന് ശേഷം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വരുമാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം പല ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം, വരുമാനം ഉണ്ടാവാം, വരുമാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം. ഈ ഫിനാൻഷ്യൽ സ്ട്രെസ്സിനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റ് ആണ്, നമ്മുടെ കടങ്ങള്. ഈ കടങ്ങൾ കുറച്ചു കൊണ്ടുവരണം. ഈ കടങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു ഇൻകം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങള്. അപ്പൊ ഈ കടങ്ങൾ കുറച്ചിട്ട് കൊണ്ടുവരാൻ നമുക്ക് സേവ് ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻകം ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു ജോബ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ നമുക്ക് വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും ഈ സേവ് ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അൺഫോർസീൻ എക്സ്പെൻസുകൾ, നമുക്ക് ഒരു പക്ഷേ നമുക്ക് പല വിധത്തിലുള്ള എക്സ്പെൻസുകൾ, നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് വരിക, അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ല, നമ്മുടെ ജീവിത ചെലവുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, നമ്മുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് ഇല്ലാതെ, നമുക്ക് മണി മാനേജ്മെന്റ് ഇല്ലാതെ വരിക, നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഇല്ലാതെ വരിക. ഇതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്ട്രെസ്സിനുള്ള കാരണം. അപ്പൊ ഈ കാരണങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സേവ് ആപ്പ് എന്നുള്ളത്. ഇവിടെ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി മറ്റുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള തിങ്സോ അസറ്റുകളോ അല്ലെങ്കിൽ ആൾക്കാരോ വർക്ക് ചെയ്യണം. എന്തെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ള എന്തെങ്കിലും ആസ്പെക്റ്റുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു പാസീവ് ഇൻകം കിട്ടുക. ഈ പാസീവ് ഇൻകം ആണ് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക. നമുക്ക് ആവശ്യമുള്ള അസറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് ഗ്രാജുവലി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ലോട്ടറി എടുക്കുന്നുണ്ട്, ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് സാധാരണ നടക്കുന്ന സംഭവമല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ലല്ലോ. അപ്പൊ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക എന്നുള്ളതെല്ലാം ഗ്രാജുവലി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ, നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ സംഭവമാണ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രോസസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് പാസീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അസറ്റുകൾ ഉണ്ടാവണം. ഈ അസറ്റുകളാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്ന ഒരു സിസ്റ്റം, ഒരു മെഷീൻ എന്ന് പറയാം. ഈ മെഷീൻ എന്ന് പറയുന്നത് ഈ അസറ്റുകൾ ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ബിൽഡിങ്ങോ അതിന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള വരുമാനം ഉണ്ടാവുന്ന നമുക്ക് വാടകയ്ക്ക് കിട്ടും. പല വിധത്തിലുള്ള വരുമാനങ്ങളും നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ അതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നല്ല രീതിയിൽ പൈസ ഉണ്ട്, നമുക്ക് അസറ്റ് ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് ആയിട്ടോ മീതായിട്ടോ നമുക്ക് കിട്ടും. അതൊന്ന് വരുമാനം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പൈസ അവിടെ വർക്ക് ചെയ്യാണ്, നമ്മുടെ അസറ്റ് അവിടെ വർക്ക് ചെയ്യാണ്. നമുക്ക് കമ്മോഡിറ്റീസ്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടെങ്കിൽ, കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാം. ഇതെല്ലാം ട്രേഡ് ചെയ്ത് കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് പാസീവ് ഇൻകം കിട്ടും. ബോണ്ടുകള്, മ്യൂച്വൽ ഫണ്ടുകള്, നമ്മൾ ബാങ്കിൽ FD ഇട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാമാണ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ. ഇതെല്ലാം ഒരു അസറ്റ് ആണ്. ഇതിന് നമ്മുടെ ഒരു മണി ഉണ്ടാവണം. മണി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനങ്ങൾ കിട്ടുന്നതാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇത്തരം സ്റ്റേജിലേക്ക് എത്താനുള്ള വരുമാനമില്ല, അല്ലെങ്കിൽ അസറ്റ് ഇല്ല. അപ്പൊ നമുക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആവശ്യമുള്ള സ്വത്ത് വരുമാനം വരുന്നില്ല, നമുക്ക് ആവശ്യമുള്ള സേവിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിൽ ഈ പറയുന്ന അസറ്റുകളൊന്നും നമുക്ക് ഇല്ല, അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു ആൾട്ടർനേറ്റീവ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ആൾട്ടർനേറ്റീവ് അസറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്.
അപ്പൊ നമ്മള് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ഈ കസ്റ്റമേഴ്സ് അതല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഇതാണ് MLM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി നമ്മുടെ അസറ്റ് ആയിട്ട് മാറും. ഈ അസറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരും. അപ്പോ നമുക്ക് പാസീവ് ഇൻകം, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റുകൾ ഉണ്ടാവണം. അസറ്റുകൾ ഉണ്ടാവുന്നതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യും വേണം. ഒരു വരുമാനം ഉണ്ടാവും വേണം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് വരുമാനം ഉണ്ടാവുന്ന ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ, നമുക്ക് അതിനുള്ള ഒരു സ്റ്റേജ് നമ്മളിലേക്ക് എത്തിപ്പെടണം. അപ്പൊ ഇവിടെ റിയൽ എസ്റ്റേറ്റോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ട അസറ്റുകളോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുമ്പോ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സാധാരണ നിലയ്ക്ക് ഒരു MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തെ കൂടിയാണ് ഈ കമ്മ്യൂണിറ്റി നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടമാനം ഇൻവെസ്റ്റ്മെന്റുകളും കണ്ടമാനം ടൈമും അതിനെടുക്കും. അപ്പൊ നമ്മളിപ്പോ കമ്മ്യൂണിറ്റി കസ്റ്റമർ ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി, അവിടെ ഒരു കസ്റ്റമർ വന്നു, അവരതിന് നമ്മുടെ സർവീസും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം അവര് മനസ്സിലാക്കി അനുഭവിച്ചു. അവർ വേറെ ആൾക്കാരെ കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ അവർ റെഫർ ചെയ്തിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കാലം പിടിക്കും. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവിടെ വേറൊരു റിട്ടേൺ ഇല്ല. അവർ ആ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അതൊരു സാധാരണ ബിസിനസ് നടക്കുന്ന പോലെ ഗ്രാജുവലി വളർന്നു വരുന്നതാണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ലുലു നല്ലൊരു കമ്മ്യൂണിറ്റി, കസ്റ്റമർ ഉള്ള നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അവരുടെ ബിസിനസ് വോളിയം നോക്കും, അത് കാലം കൊണ്ടുണ്ടാക്കിയതാണ്. അതല്ലെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ് അത്രയും ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പല ബിസിനസ്സുകളും വളരാതിരിക്കുന്നതിന് ആ കമ്മ്യൂണിറ്റി വളരുന്നില്ല എന്നുള്ളതാണ്, കസ്റ്റമർ ബേസ് വളരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ സാധാരണ നിലയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, ഒരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യാൻ കണ്ടമാനം സമയവും കണ്ടമാനം ഇൻവെസ്റ്റ്മെന്റുകളും കണ്ടമാനം എഫർട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് പകരം നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കൂടെ വരുമ്പോ നമുക്ക് ഈസി ആയിട്ട് ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലോങ് ടേം വിഷനോട് കൂടി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി വളരെ വലുതായി എക്സ്പാൻഡ് ചെയ്ത് വരും. നമുക്ക് എല്ലാ കാലത്തും വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് അത് മാറും. അതുകൊണ്ടാണ് നമ്മളൊരു MLM സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനില്ല, അതിനുള്ള നോഹൗ ഇല്ല, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് പാസീവ് ഇൻകം വേണം. അപ്പൊ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു MLM സിസ്റ്റത്തോടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു MLM സിസ്റ്റത്തോടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജുകൾ ഉണ്ട്? ഈ കാണുന്നതെല്ലാം അതിന്റെ അഡ്വാൻറ്റേജുകളാണ്. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ലെസ് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ നോ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് റിസ്ക് ഫ്രീ ആണ് നമ്മള്. കാരണം നമുക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ല, ലൈസൻസുകൾ ആവശ്യമില്ല. അങ്ങനെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നമുക്ക് നല്ല പ്രൊഡക്റ്റുകള്, കാരണം ഇതൊരു റെഫറൻസ് സിസ്റ്റത്തിൽ കൂടെ വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഗ്ലോബൽ റീച്ച് ഉണ്ടായിരിക്കും. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇല്ലെങ്കിലും നമ്മുടെ ഡൗൺലൈനിൽ വരുന്ന ആൾക്കാരും വളരെ വൈഡ് ആയിട്ട് നമുക്ക് ബിസിനസ് കൊണ്ടുവരും. അത് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്നായിരിക്കാം, ബോംബെ നിന്നായിരിക്കാം, ദുബായിൽ നിന്നായിരിക്കാം. നമ്മളൊരു ഗ്ലോബൽ റീച്ചിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മളൊരു ബിസിനസ്, ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. ഹൈ ഇൻകം പൊട്ടൻഷ്യൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട. നമുക്കൊരു കോമൺ ഒരു ബിസിനസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെഫർ ചെയ്യാനുള്ള ഒരു നോളജ് മാത്രം മതി. അത് അക്വയർ ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷനും ഈ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എംപ്ലോയ്മെന്റ് വേണ്ട, എംപ്ലോയീസിന് വേണ്ട, ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടാനുസരണം വർക്ക് ചെയ്യാം. നമ്മൾ ആരുടെയും കീഴിലല്ല, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അവൈൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം വർക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അപ്രീസിയേഷൻ കിട്ടും. കാരണം നമ്മൾ ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് അപ്രീസിയേഷൻ കിട്ടില്ല. നമ്മൾ നല്ല ടീം ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺ ലൈനിൽ നിന്നും അപ്പ് ലൈനിൽ നിന്നും നമുക്ക് ഒരുപോലെ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ MLM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം നമ്മള് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സേവ് ആപ്പിൽ തന്നെ എന്തെല്ലാം ട്രെയിനിങ് പ്രോസസ്സുകൾ നമുക്കുണ്ട്. വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തെല്ലാം ട്രെയിനിങ്ങുകള്, നമുക്ക് മീറ്റപ്പ് എന്ന പ്രോഗ്രാമുകള്, അതുപോലെ RTP എന്നുള്ള പ്രോഗ്രാമുകള്, ഡെയിലി നടക്കുന്ന സൂം മീറ്റിങ്ങുകള്, മാർക്കറ്റിംഗ് ടെക്നിക്കുകള്, ഇങ്ങനെ പല വിധത്തിലുള്ള ട്രെയിനിങ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ വലുതായി അല്ലെങ്കിൽ പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ലീഗൽ പ്രൊവിഷൻസ് ഒന്നും ആവശ്യമില്ല, രജിസ്ട്രേഷൻ ആവശ്യമില്ല, GST ആവശ്യമില്ല, വേറൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. കാരണം നമുക്ക് എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ കാണാം. ഇവിടെ നമുക്ക് സ്ത്രീകളാണോ പുരുഷന്മാരാണോ അല്ലെങ്കിൽ ഏത് കാസ്റ്റ് ആണ്, ഏത് കളറാണ്, ക്രീഡാണ്, അങ്ങനെ യാതൊരു വിധ ഡിസ്ക്രിമിനേഷനും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ നല്ലൊരു ഒരു ജോബ് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതെല്ലാം അതിന്റെ MLM ബിസിനസിന്റെ അഡ്വാൻറ്റേജുകളാണ്. നമുക്ക് മറ്റുള്ള മേഖലയിൽ കാണാൻ പറ്റാത്ത ഒരു അഡ്വാൻറ്റേജുകളാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു MLM ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ചെയ്യാൻ ഈ കമ്മ്യൂണിറ്റി വളരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ആപ്പിൽ വന്നിരിക്കുന്നതും അല്ലേ. ഇവിടെ നമുക്ക് നോക്കുമ്പോ നമ്മൾ ഈ ഒരു ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് സിസ്റ്റത്തില് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സേവ് ആപ്പിനെ കൂടി മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് സേവ് ആപ്പിൽ നമ്മൾ ഓൾറെഡി അതില് വേണ്ട കാര്യങ്ങൾ ചെയ്തു. നമ്മളൊരു ബിസിനസ് ഓണറായി മാറി. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സേവ് ആപ്പ് നമ്മൾ പറയുന്നതാണല്ലോ ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നത്. വൈ സേവ് ആപ്പ് ഈസ് ദ ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി? അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഈവിളിനെയാണ്. സോഷ്യൽ ഈവിൾ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തരാം. ഈ സോഷ്യൽ ഈവിളിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കാരണം ഏതൊരു പ്രോഡക്റ്റും ഏതൊരു പ്രസ്ഥാനം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കണം. അത് അന്ന് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു ക്യാൻസറിനെ അതല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, ഒരു സർവീസ് ആയിരിക്കണം. അതിനാണ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സേവ് ആപ്പ് എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ ലെവലിനെയാണ്. സേവ് ആപ്പില് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മുടെ പ്ലാൻ നോക്കി അറിയാം, നമുക്ക് വളരെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഫ്രീ ആയിട്ട് പോലും ജോയിൻ ചെയ്ത് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നമ്മുടെ കയ്യിലുള്ള മൊബൈലിനെ നമുക്കൊരു മണി മേക്കിംഗ് മെഷീനാക്കി മാറ്റാം. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, അതിലിഷ്ടപ്രകാരം നെറ്റ് ഉണ്ട്, അതിലിഷ്ടപ്രകാരം കോണ്ടാക്റ്റുകൾ ഉണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയകളുണ്ട്, നമ്മൾക്ക് ഇഷ്ടപ്രകാരം സമയം അതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് സേവ് ആപ്പിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്താൽ മതി. നമ്മളൊരു ചാനല് സേവ് ആപ്പിന് വേണ്ടി യൂസ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ചെയ്യാം. ഹസിൽ ഫ്രീ വർക്കാണ്. നമുക്ക് പ്രത്യേകിച്ച് അതിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ ഈ മൊബൈലിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് നോക്കിയിട്ടും ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടും യൂട്യൂബ് നോക്കി സമയം കളയുന്നത് നമ്മൾ ഈ ബിസിനസിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. നമ്മുടെ കോണ്ടാക്റ്റുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടപ്രകാരം കോണ്ടാക്റ്റുകൾ ഉണ്ട്, 100 കണക്കിനും 1000കണക്കിനും നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എത്ര നമ്പർ വേണമെങ്കിൽ കളക്ട് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ആണ് വരുന്നത്. നമ്മൾ നിങ്ങൾ എല്ലാവരും
പല വിധത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും എംഎൽഎം സിസ്റ്റങ്ങളും ആ സിസ്റ്റം അവൈൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല പ്ലാനുകൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് എല്ലാ കാലത്തും വരുമാനം കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും വരുമാനം കിട്ടുന്ന ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഈവിളിനെ അഡ്രസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുകളും സർവീസുമാണ് സേവ് ആപ്പ് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം ആർക്കൊക്കെ ആവശ്യമുണ്ടോ? സമൂഹത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ മാർക്കറ്റ് ചെയ്യാം. നമുക്ക് എപ്പോ വേണമെങ്കിൽ നമുക്കൊരു മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാം, നമ്മുടെ ടെംപ്ലേറ്റുകൾ ഷെയർ ചെയ്യാം, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാം, ആൾക്കാരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, നമ്മൾ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാം. എന്തെല്ലാം ഫീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറോ ടൈം വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലുള്ള ടൈം മാത്രമേ യൂട്ടിലൈസ് ചെയ്താൽ മതി. അനാവശ്യമായിട്ട് കളയുന്ന ടൈം നമ്മള് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള അനാവശ്യമായിട്ട് നമ്മൾ കളയുന്ന ടൈം നമ്മൾ സേവ് ആപ്പിന് വേണ്ടി യൂസ് ചെയ്യാം. അതിന്റെ കോണ്ടാക്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ടാർഗറ്റുകൾ കമ്പനിയോ അതല്ലെങ്കിൽ സിസ്റ്റം പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവണം. നമ്മൾ ടാർഗറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ ടാർഗറ്റുകൾ നമുക്ക് സെൽഫായിട്ടുള്ള ടാർഗറ്റുകൾ ഉണ്ടാവണം. ആ ടാർഗറ്റുകൾക്ക് അനുസരിച്ച് വർക്ക് ചെയ്യാം. ഒരു കമ്പൽഷൻ ഇല്ല. കമ്പനി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നില്ല. കമ്പനി ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം, ഇത്ര വർക്ക് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് ഒന്നുമില്ല. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇതൊരു അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളാണ് ഇവിടുത്തെ ബോസ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് വേണം എന്നുള്ളത്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്കറ്റ് അവിടെ ഉണ്ട്, അതിനുള്ള പ്രോഗ്രാം ഉണ്ട്, പ്രോഡക്റ്റുകൾ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ തീരുമാനം നമ്മുടെയാണ്, ടാർഗറ്റ് നമ്മുടെയാണ്. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സപ്പോർട്ടുകളും കമ്പനി തരുന്നുണ്ട്. എല്ലാ ദിവസവും മോർണിംഗിൽ മീറ്റിംഗ് ഉണ്ട്, 3 നേരം സൂം മീറ്റിംഗ് ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോമിലും ഈ 3 നേരം മീറ്റിംഗ് കാണുന്നില്ല. നിങ്ങൾക്ക് കാലത്ത് പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് 11 മണിക്ക്, പറ്റിയില്ലെങ്കിൽ രാത്രി 9 മണിക്ക്, ഇങ്ങനെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് നടക്കുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ പ്രോസസ്സോ ഇല്ല. അപ്പൊ അത്രയും നമ്മൾ എഫർട്ട് എടുത്ത് അത്രയും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്. എല്ലാം ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ എഫർട്ടുകളും നമ്മുടെ ടൈമും നമ്മുടെ കോണ്ടാക്റ്റുകളും യൂസ് ചെയ്താൽ മാത്രം മതി ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈൽ ചെയ്യാൻ. അപ്പൊ വൈ സേവ് ആപ്പ് ഈസ് ദ ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, ഏത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കമ്പയർ ചെയ്തു. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയും ഈസി ആയിട്ടുള്ള, ഇത്രയും വരുമാനം കിട്ടുന്ന, ഇത്രയും വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സോഷ്യൽ ഈവിളിനെ അഡ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളൊരു സിസ്റ്റം വളരണം എന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വളരണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കസ്റ്റമറുടെ ഒരു ആവശ്യങ്ങളെ സോൾവ് ചെയ്യുന്നതാവണം, ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതാവണം. ഇപ്പൊ നമ്മളിപ്പോ വാട്സപ്പ് പ്രത്യേകിച്ച് പെട്ടെന്ന് വളർന്നു. എന്താണ് കാരണം? നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായി. മറ്റേത് ഇത്ര ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമായിരുന്നില്ല. എല്ലാ ടെക്നോളജികളും വളരുന്നത് മൊബൈൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളരാൻ കാരണം എന്താണ്? മൊബൈൽ ഇൻഡസ്ട്രി അത് ഈ പ്രോഗ്രാമിനെ അതല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങളുടെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്.
അത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും സർവീസുകളും ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് അതിനൊരു വളർച്ച ഉണ്ടാവുന്നത്, ഫാസ്റ്റ് ആയിട്ട് വളർച്ച ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ഏത് പ്രോബ്ലത്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സേവിങ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു സേവിങ് ഉണ്ടാക്കാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നില്ല. അതാണല്ലോ നമ്മുടെ പ്രോബ്ലം. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമുണ്ട്. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് ഇന്നുള്ള എല്ലാ പ്രോബ്ലത്തിനും അല്ലെങ്കിൽ എല്ലാ ഇതിനും നമുക്ക് നമ്മുടെ ഫിനാൻസ് ആണ് പ്രശ്നം. നമുക്ക് എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് BP കൂടി, നമുക്ക് എന്തുകൊണ്ട് ഷുഗർ കൂടി, ഇതിനെല്ലാം കാരണം എന്താണ്? ഈ ഫിനാൻസ് ആണ്. നമ്മൾ നാളത്തെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് നമ്മുടെ ഈ സ്ട്രെസ്സിന് കാരണം. അപ്പൊ ഈ പ്രോബ്ലത്തില് നമുക്ക് ഈ പിക്ചർ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ട്, നമുക്ക് ചെലവുകൾ വളരെ കൂടുതലാണ്, അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ നമ്മളോട് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു സേവിങ് ഉണ്ടാവണം. നമ്മുടെ സേവിങ് മെന്റാലിറ്റി വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സേവിങ് ഉണ്ടാവണം. ഈ പിക്ചറിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ എക്സ്പെൻസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമുക്ക് വരവനുസരിച്ച് ജീവിക്കാനും ആ വരവിനനുസരിച്ചുള്ള വരുമാനം, ഒരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും വേണം. നമുക്ക് ഇപ്പോ വരുമാനത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഇൻകം സോഴ്സുകൾ കൊണ്ടുവരണം. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം വേണം. അപ്പൊ നമ്മുടെ വരുമാനം കൂട്ടണം, നമുക്കൊരു സേവിങ് ഉണ്ടാവണം, നമ്മുടെ കോസ്റ്റുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റണം. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലം എന്നുള്ളത്, നമുക്കൊരു മണി മാനേജ്മെന്റ് ഇല്ല, നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല, ഫിനാൻഷ്യൽ സേവിങ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള പാസീവ് ഇൻകം ഇല്ല, അതല്ലെങ്കിൽ നമുക്ക് വരുമാനം ഇല്ല. ഈ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഈ സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പിക്ചറിൽ കാണിക്കുന്നത്. നമുക്ക് വരുമാനം കൂട്ടാനുള്ള സോഴ്സുകൾ നമുക്ക് ഉണ്ടാവണം. അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻകം സോഴ്സുകൾ കൂട്ടണം. നമ്മുടെ കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. അതിന് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സേവിങ് മെന്റാലിറ്റി കൂട്ടാൻ ഈ പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് ഉതകുന്ന രീതിയിലാണ് ഇതിന്റെ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് എങ്ങനെയാണ് നമ്മുടെ സേവ് ആപ്പ് നമ്മുടെ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യുന്നത്? സേവ് ആപ്പ് വിൽ ഹെൽപ്പ് യു ഇൻ 2 ways. രണ്ട് രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ, നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സേവ് ആപ്പ് നമ്മളെ രണ്ട് തരത്തിലാണ് ഹെൽപ്പ് ചെയ്യുക. ഒന്ന്, നമ്മൾ അതിന്റെ യൂസർ ആവുക. കാരണം നമ്മുടെ പ്രോബ്ലം എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് സേവിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വരുമാനം അനുസരിച്ച് ജീവിക്കാനും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം വെക്കാനും കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യാനും എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതൊരു എഡ്യൂക്കേഷനാണ്, അതൊരു കൾച്ചറാണ്. ആ കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇതിന്റെ ഒരു യൂസർ ആവുക, സേവ് ആപ്പിന്റെ ഒരു യൂസർ ആവുക. ആ സേവ് ആപ്പിന്റെ യൂസർ ആവുമ്പോൾ നമുക്ക് അത് ഈ കൾച്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും. കാരണം സേവ് ആപ്പ് എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ നമ്മളൊരു യൂസർ ആവുക. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ ദിവസവും മോർണിംഗിൽ അതിന്റെ ട്രെയിനിങ് ഉണ്ട്, എങ്ങനെ യൂസ് ചെയ്യാം. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് തന്നുകൊണ്ട് ഒരു കസ്റ്റമറെ ഒഴിവാക്കല്ല ചെയ്യുന്നത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യാണ്.
മോർണിംഗ് മീറ്റിംഗിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറയാം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ അതിന്റെ ട്രെയിനിങ് തരുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഇതേമാതിരി ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്? നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കണ്ട, ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത്? നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് ഒരു പേടിയില്ല. നമുക്ക് ഒരു ട്രെയിനിങ് തന്നിട്ടില്ല. ആരെങ്കിലും നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടോ? നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് ആ സിസ്റ്റം യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വരുന്നതാ. പക്ഷെ അതുപോലെ തന്നെയാണ് സേവ് ആപ്പും. മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്രകാരം കാണാൻ പറ്റും. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു കമ്പനി നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പോകുന്നില്ല. എന്താണ് മണി മാനേജ്മെന്റ് എന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ല. എങ്ങനെ അതിലേക്ക് എത്താം എന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ സേവ് ആപ്പ് എന്താണ് ചെയ്യുന്നത്? നമ്മളെ യൂസറെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്കൊരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവർക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും അതിനുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു യൂസറെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്. അപ്പൊ നമ്മളൊരു സോഷ്യൽ ഈവലിനെ അഡ്രസ് ചെയ്യുമ്പോൾ അതൊരു മിയർ സെല്ലിംഗ് മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളിൽ നമ്മളൊരു യൂസർ ആവുക എന്നുള്ളതാണ്. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരെ അതിന് നമ്മൾ മസ്റ്റ് ആയിട്ട് നമുക്കൊരു മണി മാനേജ്മെന്റ് ഉണ്ടാവണം, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം, നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാവണം. അതിന് നമ്മളൊരു യൂസർ ആവുക. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ അതിനെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവുക. നമ്മൾ കാരണം നല്ല കാര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോൾ ആ നല്ലത് മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സുകള്, നൈബർ അല്ലെങ്കിൽ നമുക്ക് ആർക്കൊക്കെ ഈ പ്രോഗ്രാം കൊടുക്കാൻ പറ്റുമോ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈൽ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു യൂസർ ആവുക. നമ്മുടെ കൾച്ചർ തന്നെ അത് മാറ്റിമറിക്കുന്നതാണ്. ആ ഒരു യൂസർ ആയിക്കൊണ്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റിനെ നമ്മളൊന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് അംബാസിഡർ. ഈ രണ്ട് കാര്യങ്ങള് രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ ലീവലിനെ കവർ ചെയ്യാനും നമുക്ക് നമ്മുടെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും അതുകൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനും പറ്റും. ഇവിടെ ഒരു യൂസർ ആവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരും, നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ അസറ്റുകൾ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ലയബിലിറ്റികൾ റെഡ്യൂസ് ചെയ്യും. ഇതെല്ലാം അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിനുള്ള ട്രെയിനിങ് അവിടെ ചെയ്യുന്നത്. ഇതാണ് ഒരു യൂസർ ആവുമ്പോൾ ചെയ്യേണ്ടത്. ഒരു മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താ? നമ്മളൊരു ബ്രാൻഡ് അംബാസിഡർ ആവുക. നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഈ സിസ്റ്റം നിങ്ങൾക്ക് തരുന്നത്. അൺലിമിറ്റഡ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് ഈ സേവ് ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് അൺലിമിറ്റഡ് പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഈ അൺലിമിറ്റഡ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും എല്ലാ സിസ്റ്റത്തിലും പറയുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ഈ അൺലിമിറ്റഡ് പാസീവ് ഇൻകത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് നമുക്ക് പ്രോഗ്രസ്, നമുക്ക് എത്ര രൂപ നേടിയെടുക്കണോ അതിനുള്ള സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കമ്പനി ചെയ്തിരിക്കുന്നത് എന്താണ്? 3 പ്ലാറ്റ്ഫോമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്, കാരണം ഇതൊരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീനെ, അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിനെ, അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ എന്താണ്? നമ്മുടെ മൊബൈലാണ്. ഈ മൊബൈലിനെ മാക്സിമം അല്ലെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്യാന്ന് പറയും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് 3 പ്ലാറ്റ്ഫോമുകളാണ്. ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ DTH, നമ്മുടെ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു പ്ലാറ്റ്ഫോമാണ്. അതൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യും.
നമ്മൾ അത്തരം സർവീസുകൾ കൊടുക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ആപ്പ്. കമ്പനി ചെയ്യുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെയിൽ ചെയ്യുന്നു, അതിന് കമ്പനിക്ക് വരുമാനം ഉണ്ടാവുന്നു, കമ്പനിയുടെ ടേൺ ഓവർ ഉണ്ടാവുന്നു, അത് മറ്റുള്ള കസ്റ്റമറായിട്ട് ഷെയർ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ്. മൂന്നാമത്തെ പ്രോജക്റ്റ് നമുക്ക് ഒരു ഇ കൊമേഴ്സ്. അത് നമ്മള് ഒരു മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. ഗ്രാജുവലി അതിൽ പ്രൊഡക്റ്റുകളും സർവീസുകളും ആഡ് ആയി വരും. അത് നല്ല നമുക്ക് ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പല പ്രൊഡക്റ്റുകളും വരുന്ന മൾട്ടി വെൻഡർ ആയിട്ടുള്ള മൾട്ടി പ്രൊഡക്റ്റുകളായിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് ആണ്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി ഈ 3 പ്ലാറ്റ്ഫോമുകളും നമ്മൾ സഹായിക്കും. ഒറ്റ രജിസ്ട്രേഷൻ, ഒറ്റ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 സിസ്റ്റത്തിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 3 സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ എന്താണ്? നമുക്ക് DTH മൊബൈലൊക്കെ റീചാർജ് ചെയ്യാം. അതിന് കിട്ടുന്ന വരുമാനം നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര വലുതാവുന്നു അതിനനുസരിച്ച് വരുമാനം കൂടി വരുന്നതാണ്. കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആണ്. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ലാഭങ്ങളുണ്ട്. കാരണം 1 രൂപ പോലും നഷ്ടമില്ല നമുക്ക്. നമ്മളിപ്പോ ഗൂഗിളിൽ നിന്നോ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നോ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 2 രൂപയും 3 രൂപയും 4 രൂപയും ഒക്കെ നമുക്ക് എക്സ്ട്രാ കൊടുക്കണം. ഇപ്പൊ 249 പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ 2 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ ആ 2 രൂപ കൊടുക്കണ്ട. അപ്പൊ ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് 2 രൂപയെങ്കിലും മിനിമം ലാഭമുണ്ട്. അതിനൊപ്പം തന്നെ കമ്പനി തരുന്ന ഒരു ക്യാഷ് ബാക്കും ഉണ്ട്. കമ്പനിയുടെ വരുമാനം ഷെയർ ചെയ്യുന്ന ഒരു ക്യാഷ് ബാക്ക് സിസ്റ്റം ഉണ്ട്. 2 രൂപയോ 2.5 രൂപയോ 3 രൂപയോ ഒക്കെ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിലിപ്പോ മൊബൈലും റീചാർജ് ഉണ്ട്, മൊബൈലുണ്ട്, DTH റീചാർജ് ഉണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷനും ലാൻഡ് ലൈനും ബ്രോഡ്ബാൻഡും ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫാസ്ടാഗ്, ടാക്സുകൾ അടയ്ക്കാനുള്ള പ്രൊവിഷൻസ്, അതുപോലെ തന്നെ ലോൺ റീപേയ്മെന്റ്, ഇങ്ങനെ പല പ്രോഗ്രാമുകളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊബൈലിനെ അല്ലെങ്കിൽ നമ്മുടെ സേവ് ആപ്പിനെ ഒരു യൂട്ടിലിറ്റി ആപ്പുകളാക്കി മാറ്റുക. യൂട്ടിലിറ്റി ആപ്പും കൂടിയാണ്. ആ യൂട്ടിലിറ്റി സർവീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്നും വരുമാനം ഉണ്ടാക്കാൻ. മറ്റുള്ള ഒരു ആപ്ലിക്കേഷനിലും ഈ സിസ്റ്റം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോജക്റ്റ് നമുക്കറിയാം, നമുക്ക് മണി മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമ്മുടെ പേയ്മെന്റുകള്, അത് നമ്മുടെ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യാം. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. രണ്ടാമത് വരുന്നത് നമുക്ക് നമ്മുടെ അസറ്റ് ലയബിലിറ്റി എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഫീച്ചറാണ്. നമ്മുടെ ലൈഫ് നമുക്ക് മൈ ടാസ്ക്, മൈ ഡയറി, മൈ ഡ്രീം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. യൂട്ടിലിറ്റി സർവീസുകൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സർവീസുകള്, വെബ് ലിങ്ക്സ്, എമർജൻസി സർവീസ്, ഇങ്ങനെയെല്ലാം പറയുന്ന ഒരു 100% ഒരു പേഴ്സൺ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ പല പേഴ്സൺ മാനേജ്മെന്റ് കോഴ്സുകൾക്കും ട്രെയിനിങ്ങുകൾക്കും എല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ആയിരക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. പല മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, പല ട്രെയിനേഴ്സ് ഉണ്ട്, ഇവരെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ഒരു ടൂളോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഒരു അപ്രോച്ചോ ഇല്ല. അതൊരു തിയററ്റിക്കൽ അപ്രോച്ചാണ്. നമ്മളെ ട്രെയിനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുന്നതോടും കൂടി നമ്മുടെ എല്ലാം തീർന്നു. പക്ഷെ ഇവിടെ ഒരു പ്രാക്ടിക്കൽ ടൂളാണ് കൊടുക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ പ്രോബ്ലങ്ങളെ അഡ്രസ് ചെയ്യാനും നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാക്കാനും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ടൂളാണ്. നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ ഈവിളിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സേവ് ആപ്പ് എന്നുള്ളത്. ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രോജക്റ്റ്. മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് കാർഡ്സ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സേവ് കാർഡിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം.
ഇനി അതിൽ കണ്ടമാനം പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് വരും. നമുക്ക് അതിൽ വെണ്ടറായിട്ട് മാറാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ വെണ്ടർ ആവാം, നമുക്കതിന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാം. ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന വരുമാനം എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഈ സേഫ് ഗാർഡ് എന്നുള്ള മൂന്നാമത്തെ പ്രോഗ്രാം, ഈ 3 പ്രോഗ്രാമുകളും നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സേവ് ആപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പ്രോഗ്രാമുകൾ നെവർ എൻഡിങ് പ്രോഗ്രാമുകളാണ്. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ടുള്ള റീചാർജ് സർവീസുകൾ, യൂട്ടിലിറ്റി സർവീസുകൾ, നമ്മൾ എന്തെങ്കിലും അത് അവസാനിക്കുമോ? നമ്മൾ ജീവിതകാലം മുഴുവൻ ഇലക്ട്രിസിറ്റി അടയ്ക്കണ്ടേ? നമുക്ക് ജീവിതകാലം മുഴുവൻ റീചാർജ് ചെയ്യണ്ടേ? നമുക്ക് പല വിധത്തിലുള്ള സർവീസുകളും നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നില്ലേ? പല പ്ലാറ്റ്ഫോമും കൂടിയാണ് ചെയ്യുന്നത്. അത് സേവ് ആപ്പ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കും. ഒരു നെവർ എൻഡിങ് പ്രോഗ്രാമാണ്. രണ്ടാമത് പറഞ്ഞ സോഷ്യൽ ഈവന്റിനെ അഡ്രസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സേവ് ആപ്പ്. മണി മാനേജ്മെന്റ് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ആ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്താർക്കുണ്ട്, അവർക്കെല്ലാം പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവണം, നമ്മൾ അതിന്റെ ഒരു പ്രൊമോട്ടറായി മാറണം എന്ന് മാത്രം. അതും ഒരു നെവർ എൻഡിങ് പ്രോഗ്രാമാണ്. ഇ കൊമേഴ്സ് വളരെ വിപുലമായിട്ട് വലുതായി വരുന്ന ഒരു പ്രോഗ്രാമാണ് ആ മൂന്നാമത്തെ പ്രോഗ്രാം. അതിലും നമ്മൾ വളരെ സാധ്യതകളുണ്ട്. നമുക്ക് അതിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിൽ വെണ്ടറായിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. അപ്പൊ അതും ഒരു നെവർ എൻഡിങ് പ്രോഗ്രാമാണ്. ഈ 3 നെവർ എൻഡിങ് പ്രോഗ്രാമുകൾ, അതായത് നെവർ എൻഡിങ് എന്ന് പറയുന്നത് ഒരു കാലത്തും അതിനൊരു സ്റ്റോപ്പേജ് വരില്ല. എല്ലാ കാലത്തും ബിസിനസ് നടക്കുന്ന പ്ലാറ്റ്ഫോമുകളായിട്ട് മാറും. ആ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ പരിചയക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന സിസ്റ്റമാണ് ഈ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ റഫറൽ ലിങ്ക് അയക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റി നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും 3 പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് അറിയാം. ഇപ്പോ നിങ്ങളുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം, ആൾക്കാർ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവും, ആൾക്കാർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ വരുമാനം കിട്ടിയിട്ടുണ്ട്, ആൾക്കാർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോം നമുക്ക് ഒറ്റ കമ്മ്യൂണിറ്റിന്ന് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്താൽ മതി. ആ കമ്മ്യൂണിറ്റി നമുക്ക് ഈ 3 പ്ലാറ്റ്ഫോമിൽ വരുമാനം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അതും 20 ലെവലിൽ വരെ. 20 ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗില് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലെവലിംഗ് ആണ്. നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഒരു 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെ 20 ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാവും. നമുക്ക് 2 പേരെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുക. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മിനിമം ഗ്രോത്ത് എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് 2 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4 പേരേനോ 10 പേരേനോ എത്ര പേരെ വേണമെങ്കിൽ ഡയറക്റ്റ് റെഫർ ചെയ്യാം. അൺലിമിറ്റഡ് റെഫറലാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുകള്, റിലേറ്റീവ്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സുകള്, അല്ലെങ്കിൽ നമുക്ക് ഇനി മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ പോകുമ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാവരെയും നമുക്ക് കസ്റ്റമർ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിന്ന് ഈ 3 പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യലാണ്. ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ്, ഇതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ.
നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അസറ്റ് ക്രിയേറ്റ്, നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള നമ്മുടെ അസറ്റുകളോ അതിൽ മറ്റുള്ള സോഴ്സുകളോ നമുക്കില്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു MLA സിസ്റ്റത്തെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ പ്രൊഡക്റ്റ് മനസ്സിലാക്കി ഇതിൽ പങ്കെടുക്കുന്ന ഇപ്പൊ 52 പേരുണ്ട്. ഈ 52 പേരും ഈ പ്രോഡക്റ്റ് സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങള് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സിസ്റ്റം കമ്പനിയിലുണ്ട്. ഇത് ഷെയർ ചെയ്യണം. ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് 2 പേർക്കോ 4 പേർക്കോ ഈ പ്രോജക്റ്റും ഈ പ്രോഡക്റ്റും പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. അവർക്കും ഫ്രീ ആയിട്ടും ആക്റ്റീവ് യൂസറായിട്ടും ഫാമിലി യൂസറായിട്ടും വന്നുകൊണ്ട് ഇരുന്ന് അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളും അവരുടെ ബിസിനസ്, അവരുടെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ബിൽഡ് ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി നമുക്ക് എല്ലാ കാലത്തും നമ്മൾ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 പ്ലാറ്റ്ഫോമൊന്നും നമുക്ക് അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ 3 പ്ലാറ്റ്ഫോമുകളും നമുക്ക് വരുമാനം ഉണ്ടാക്കും. ആദ്യത്തെ പ്ലാറ്റ്ഫോം നമുക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാവുന്നത്? ഇപ്പോ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനി ഒരു സർവീസ് ആണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ആ സർവീസ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് ഒരു വരുമാനം ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള സർവീസ് അല്ല കൊടുക്കുന്നത്, കമ്പനിക്ക് ചെറുതായിട്ടുള്ള ഒരു വരുമാനം ഉണ്ട്. എത്ര രൂപയാണോ വരുമാനം, അല്ലെങ്കിൽ എന്താണോ അതിന്റെ വരുമാനം, അത് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് 2 തരത്തിലുള്ള ലിങ്കാണ് വരുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടും. സപ്പോസ് നമ്മളൊരു 300 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു 2% ലാഭം ഉണ്ടെങ്കിൽ 6 രൂപ ലാഭമുണ്ട്. ഈ 6 രൂപയുടെ 20% എന്നുള്ളത് അതാത് വ്യക്തികൾക്ക് കിട്ടും. അതായത് 1.20. നമുക്ക് ഓൾറെഡി മറ്റുള്ള പ്ലാറ്റ്ഫോമില് പോകുന്ന പൈസ നമുക്ക് ലാഭമായിട്ടുണ്ട്. 2 രൂപ മിനിമം ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ 2 രൂപ മിനിമം നമുക്ക് ലാഭമായിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ 1.20. അപ്പൊ ഒരു റീചാർജ് തന്നെ നമുക്ക് 3.20 നമുക്ക് ലാഭം കിട്ടി. ഇത് കമ്പനി ഷെയർ ചെയ്യുന്ന ഒരു ക്യാഷ് ബാക്ക് ആണ്. ആരാണോ റീചാർജ് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക്. അപ്പൊ നമ്മുടെ ഡൗൺലൈനിൽ ആരൊക്കെ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് പുറമെ നമുക്ക് 3% വരെ നമുക്ക് ലെവൽ ഇൻകം കിട്ടും. 3% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോ 3%. ഇപ്പൊ നിങ്ങളൊരു ഫാമിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ 20 ലെവലിൽ നിന്ന് നിങ്ങൾക്ക് 3%. അത് നേരത്തെ പറഞ്ഞ ഇതനുസരിച്ച് 6 രൂപ കമ്പനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ 3% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 പൈസ നമുക്ക് ഈ 20 ലെവലിൽ എവിടെ നടന്നാലും നമുക്ക് റീചാർജ് കിട്ടും. അതായത് ഈ കമ്മ്യൂണിറ്റിയിലെ ആര് റീചാർജ് ചെയ്താലും 20ാമത്തെ ലെവലിൽ റീചാർജ് നടന്നാൽ പോലും നമുക്ക് ഇവിടെ വരുമാനം ഉണ്ടാവും. ഇതൊരു അൺലിമിറ്റഡ് വരുമാനമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര വലുതാവുന്നോ അത്രയും നമുക്ക് വരുമാനം കിട്ടും. സേവ് ആപ്പിൽ ആരാണ് വിജയിക്കുക? ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ആൾക്കാര്. സേവ് ആപ്പിൽ ആരാണ് വിജയിക്കാതിരിക്കുക? കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാര്, അത് ചെയ്യാത്ത ആൾക്കാര്. പറ്റായ്മ ആർക്കും ഇല്ല, എല്ലാവർക്കും കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ സേവ് ആപ്പിൽ വിജയിക്കുന്ന ആൾക്കാരെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എല്ലാ കാലത്തും വരുമാനം ഉണ്ടാവും. ഈ റീചാർജ് എല്ലാവരും എല്ലാ കാലത്തും ചെയ്യും, അവർക്ക് വരുമാനം ഉണ്ടാവും. സേവ് ആപ്പിൽ വിജയിക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ഉണ്ടാവില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര വലുതാവുന്നു അത്രയും നമുക്ക് വരുമാനം ഉണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 2 പേരുള്ള വെച്ച് 2 പേരുടെ വരുമാനം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേരുടെ വരുമാനം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേരിൽ നിന്നും കിട്ടുന്ന വരുമാനം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, നമ്മളൊരു റെഫറൻസ് സിസ്റ്റത്തിൽ കൂടെ, കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് കൂടെ ഈ റെഫറൻസ് സിസ്റ്റത്തിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ 5 or 10 പേർക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഈ 10 പേരിൽ നിന്ന് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പം ഏതൊരു ബിസിനസ് മേഖലയേക്കാൾ കൂടുതൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഈ സിസ്റ്റമാറ്റിക് ആയി ഡെവലപ്പ് ചെയ്യുമ്പോൾ
ഫസ്റ്റ് പ്രോഗ്രാമിന് കിട്ടുന്നതാണ് ഇത്. ഇനി രണ്ടാമത്തെ പ്രോഗ്രാം നമുക്ക് കിട്ടുമ്പോൾ ഷെയർ ആപ്പിന്റെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് റെഫറൽ ഇൻകം. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ആക്ച്വൽ MRP എന്ന് പറയുന്നത് 5999 രൂപയാണ്. പക്ഷെ നമ്മളിപ്പോ 3999 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, പ്ലസ് GST. 4719 രൂപയ്ക്കാണ് അത് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന കമ്പനിയുടെ റവന്യൂ, കമ്പനിയുടെ ടേൺ ഓവർ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്, ബേസിക് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് റെഫറൽ ഇൻകം ഉണ്ട്. 800 രൂപ റെഫറൽ ഇൻകം ഉണ്ട്. ബൈനറി ഇൻകം ഉണ്ട് 400 മുതൽ 600 രൂപ വരെ. ലെവൽ ഇൻകം 13 ലെവലിൽ നിന്ന് അൺലിമിറ്റഡ് ലെവൽ ഇൻകം കിട്ടുന്നതാണ്. ഇൻസെന്റീവ് 14 റാങ്കിൽ നിന്ന് 10 കോടി രൂപ ഇൻസെന്റീവ് കിട്ടുന്നതാണ്. അപ്പൊ ഇതെന്തെല്ലാം എങ്ങനെ കിട്ടുന്ന, എപ്പോ കിട്ടും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് മോർണിംഗ് മീറ്റിംഗിലും ഈവനിങ് മീറ്റിംഗിലും 3 മീറ്റിംഗിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഈ ഇത്രയും ഇൻകം ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന രണ്ടാമത്തെ പ്രോഗ്രാം. ഇതിന്റെ പുറമെ നമുക്ക് ലീഡർഷിപ്പ് ബോണസുകൾ ഉണ്ട്, നോൺ വർക്കിംഗ് ഉണ്ട്. ഇതെല്ലാം പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഒരു MLM സിസ്റ്റത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത വിധത്തില്, മാക്സിമം കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്ന വിധത്തില് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ് പ്ലാൻ ആണ് നമ്മുടെ. ഇതിൽ റെഫറൽ ഇൻകം ഉണ്ട്, ബൈനറി ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്, റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ് ഉണ്ട്, ലീഡർഷിപ്പ് ബോണസുകൾ ഉണ്ട്. ഇവൻ നോൺ വർക്കിംഗ് ഇൻകം ആയിട്ടുള്ള 3,12,000 രൂപ വരെ കിട്ടാവുന്ന ഒരു നോൺ വർക്കിംഗ് ഇൻകം ഉണ്ട്. എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹൈബ്രിഡ് പ്ലാൻ എന്ന് പറയാം. അതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ്. മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സേവ് കാർഡ്സ്. ഈ സേവ് കാർഡിൽ നമുക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നു? നമ്മൾ എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ടോ അവർക്ക് ഇന്നെല്ലാം റെഫറൽ ബോണസ് കിട്ടും. സാധാരണ ഒരു സിസ്റ്റത്തില് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെഫറൽ ഇൻകം എന്ന് പറയുന്നത് 1 ടൈം ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ മൾട്ടിപ്പിൾ റെഫറൽ ഇൻകം ആണ് നമുക്ക് കിട്ടുക. ആ മൾട്ടിപ്പിൾ റെഫറൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ സേവ് കാർഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്നതിന്റെ ഷെയറബിൾ വാല്യൂ, ഓരോ പ്രൊഡക്റ്റിനും ഒരു ഷെയറബിൾ വാല്യൂ ഉണ്ടാവും. ഷെയറബിൾ വാല്യൂ എന്ന് പറയുന്ന കമ്പനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന മാർജിൻ ആണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതില് ഒരു ഫോർ എക്സാമ്പിള് സ്റ്റീവിയ ഉണ്ടെങ്കിൽ അതിന് 100 രൂപയാണ് ഷെയറബിൾ വാല്യൂ, കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ. ആ 100 രൂപയുടെ 20% ആരാണോ ഈ വ്യക്തി സ്റ്റീവിയ വാങ്ങിക്കുന്ന ആൾക്കാരെ റെഫർ ചെയ്തിരിക്കുന്നത് അവർക്ക് തന്നെ കിട്ടുകയാണ്. അതൊരു റെഫറൽ ബോണസ് ആണ്. നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ ഈ നമ്മുടെ പ്രൊഡക്റ്റുകൾ എപ്പോ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചാലും നമുക്ക് അതിന് 20% ലാഭം കിട്ടും. ഇതൊരു വല്ലാത്ത ഇൻകമാണ്. നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് കാർട്ടിലെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം. നമുക്ക് 800 രൂപ റെഫറൽ ഇൻകം കിട്ടിയോടുന്ന സ്ഥലത്ത് ഇപ്പൊ നാളത്തെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമുക്ക് റെഫറൽ ഇൻകം കിട്ടും. ഇതിന് പുറമെ നമുക്ക് ലെവൽ ഇൻകം കിട്ടും. 20 ലെവലിൽ നിന്ന് 3% വരെ നമുക്ക് ലെവൽ ഇൻകം കിട്ടും. നേരത്തെ പറഞ്ഞ ഒരു സ്റ്റീവിയ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 20ാമത്തെ ലെവലിലുള്ള ആൾക്കാരാണ് ഈ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഒരു പെർഫ്യൂം വാങ്ങിച്ചു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇനി പല പ്രൊഡക്റ്റുകളും വരും. ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ഇതിൽ സാരികൾ വരുന്നുണ്ട്, ബെഡ്ഷീറ്റുകൾ വരുന്നുണ്ട്. എന്ത് പ്രൊഡക്റ്റും നമുക്ക് ഇതിൽ ചെയ്യാം. നിങ്ങൾക്കും ഇതിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു വെൻഡർ മാർജിൻ കിട്ടും, പ്ലസ് നിങ്ങൾക്ക് ഇതിന്റെ വരുമാനം കിട്ടും. അപ്പൊ മൾട്ടിപ്പിൾ ഇൻകം അത് വീണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ 20ാമത്തെ ലെവലിൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ബിസിനസ് പോലും നമുക്ക് 3% നമുക്ക് വരുമാനം കിട്ടും. ഈവൻ നമുക്ക് ഒരു പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ സപ്പോസ് 100 രൂപയോ 200 രൂപയോ നമുക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടാവും. ആ പെർഫ്യൂമിന്ന് 200 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ 3% എന്ന് പറഞ്ഞാൽ 6 രൂപ. 20ാമത്തെ ലെവലിൽ നിന്ന് പോലും നമുക്ക് 6 രൂപ. നമ്മൾ ഏത് സിസ്റ്റത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ എത്രയോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്രയോ റഫ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ, നല്ല പ്രൊഡക്റ്റുകൾ കണ്ട് നമുക്ക് പറയും നമുക്ക് 1 രൂപ പോലും വരുമാനം ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മൾ അറിയാതെ കസ്റ്റമർ 20ാമത്തെ ലെവലിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഒരിക്കലും കാണാനും പോകുന്നില്ല, അറിയാനും പോകുന്നില്ല. അവര് പർച്ചേസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് 2 രൂപയും 4 രൂപയും 10 രൂപയും നമുക്ക് ലാഭം ഉണ്ടാവുന്ന ഒരു സിസ്റ്റമാണ്.
ഇതും ഒരു അൺലിമിറ്റഡ് ഇൻകത്തിലേക്ക് വരും. ഇതിന് പുറമെ നമുക്ക് 10% CCM ബോണസ് ആയിട്ടും കിട്ടും. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% നമ്മള് കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പ്ലാറ്റ്ഫോം ഒന്നും കമ്പനിയുടെ വരുമാനത്തിന്റെ എന്താണോ പ്രോഡക്റ്റ് മാർജിൻ, എന്താണോ കമ്പനിയുടെ റവന്യൂ, ആ കമ്പനിയുടെ റവന്യൂന്റെ 90% നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. 20% റെഫറൽ ബോണസ് ആയി. കമ്പനിക്ക് ഒരു 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ 20% എന്നുള്ളത് റെഫറൽ ബോണസ് ആയി. 3% എന്ന് പറഞ്ഞാൽ 20 ലെവലിൽ നിന്ന് അത് 60%. അപ്പോൾ 20ഉം 60ഉം 80%. 10% CCM മെമ്പർ ആയിരിക്കണം. നമ്മൾ എന്തുകൊണ്ട് CCM മെമ്പർ ആവണം എന്നുള്ളതിന് ഒരു ആൻസർ ആണ്. നമ്മൾ ഈ 2 പ്ലാറ്റ്ഫോം ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന റീചാർജ് എന്നും അതുപോലെ തന്നെ ഈ സേവ് കാർഡ് എന്നും വരുമാനത്തിന്റെ 10% CCM മെമ്പർക്ക് അവൈലബിൾ ആണ്. ഇയർലി ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഈ 3 പ്ലാറ്റ്ഫോമിൽ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% ഈ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. എപ്പോ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാം, 1 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ആലോചിച്ചിരിക്കാം, നമുക്ക് തീരുമാനത്തിന് ടൈം എടുക്കാം. പക്ഷെ അതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ നമുക്ക് 10 പേർക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഫാസ്റ്റ്നെസ് ക്രിയേറ്റ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ സേവ് ആപ്പ് ഈസ് ദ ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് MLM ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ ആണ്. നമുക്ക് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്തായിരിക്കും? ലെവലിംഗ് മാത്രം, നമുക്ക് ബോണസുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് കൂട്ടുന്നില്ല. ലെവലിംഗ് മാത്രം നമുക്ക് കിട്ടുന്നത് നോക്കൂ. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3% നമുക്ക് 2 പേർക്ക് കൊടുത്തു, അവര് 2 പേർക്ക് കൊടുത്തു, 4 പേരായി, പിന്നെ 8 പേരായി, 16. നമുക്ക് 100 പേർക്ക് കൊടുക്കാം, 10 പേർക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ജിഹാസ് സാറ് എത്രയോ ആൾക്കാർ റെഫർ ചെയ്യുന്നു. ആ റെഫർ ചെയ്യുന്ന കമ്മ്യൂണിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം റീചാർജ് ചെയ്യുന്നുണ്ട്. ആക്ടിവേഷനിലേക്ക് വരുന്നിട്ടായിരിക്കില്ല, പക്ഷെ റീചാർജ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം പൈസകളായിട്ടും രൂപകളായിട്ടും നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരാളെ ഉപദ്രവിക്കാതെ, ഒരാൾക്ക് നഷ്ടം വരാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിമം ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമം ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് MLMത്തിന്റെ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. 20 ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് എല്ലാ മാസം ചെയ്യുന്നതാണ്, എല്ലാ പീരീഡ് വൈസ് ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം നോക്കും, എത്ര വരുമാനം നമുക്ക് ഉണ്ടാക്കാം. ഒരു പക്ഷേ നമ്മൾ ഈ സ്റ്റേജിലെത്തുമ്പോൾ എല്ലാ മാസവും നമുക്ക് 4,40,000 രൂപ വരെ കിട്ടുന്ന മിനിമം കിട്ടാവുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും ആ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ ആര് റീചാർജ് ചെയ്താലും നമുക്ക് വരുമാനമായി. ആ കമ്മ്യൂണിറ്റിയിൽ ആര് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വരുമാനമായി. ഒരു അൺലിമിറ്റഡ് വരുമാനം ഈ 2 പ്ലാറ്റ്ഫോമിൽ മാത്രം കിട്ടും. ഇതിനു പുറമെ നമുക്ക് ലെവൽ ഇൻകം ആയിട്ട് നമുക്ക് സേവ് ആപ്പ് ആക്ടിവേഷൻ വരുമ്പോൾ കിട്ടുന്നതാണ്. ഒരു കസ്റ്റമറേനെ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള ഒരു കസ്റ്റമറേനെ ആക്റ്റീവ് യൂസറായിട്ടും ഫാമിലി യൂസറായിട്ടും മാറ്റാനുള്ള സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. അവര് ഫാമിലി യൂസറായിട്ടും അതുപോലെ തന്നെ ആക്റ്റീവ് യൂസറായിട്ടും വരുമ്പോൾ കിട്ടുന്ന നമുക്ക് ലെവൽ ഇൻകത്തിന്റെ വരുമാന സ്രോതസ്സാണ്. ഇതാണ് റിയൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത്.
ഇതിന് പുറമെ നമുക്ക് റാങ്ക് ആൻഡ് ഇൻസെന്റീവ് 10 കോടിയുടെ ഇൻസെന്റീവ് വരെ ഉണ്ട്. ഇതും നമുക്ക് ഗ്രാജുവലി കിട്ടുന്നതാണ്. അപ്പൊ റിയൽ പാസീവ് ഇൻകം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും പാസീവ് ഇൻകം കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമുകളാണ് 3 പ്ലാറ്റ്ഫോമുകളാണ്. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുക കമ്മ്യൂണിറ്റി. നമ്മുടെ ബിസിനസ് എന്താണ് എന്നുള്ള, നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണ്. പാസീവ് ഇൻകം വെറുതെ ഇരുന്നാൽ കിട്ടില്ല. സേവ് ആപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടോ സേവ് ആപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് കൊണ്ടോ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടോ നമുക്ക് പാസീവ് ഇൻകം കിട്ടില്ല. സേവ് ആപ്പിൽ നിന്ന് വളരെ നമുക്ക് വേണ്ട വരുമാനം ഉണ്ടാവില്ല. അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കൾച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ പാസീവ് ഇൻകത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ഥിര വരുമാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എല്ലാ കാലത്തും വരുമാനം ഉണ്ടാക്കി തരുന്ന സിസ്റ്റമാണ് സേവ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ 10 പേർക്ക് ഇന്ന് കൊടുക്കാൻ കഴിവുള്ള എല്ലാവരുമാണ് ഈ മീറ്റിംഗിന് വന്നിരിക്കുന്നത്. ഇന്ന് 10 പേർക്ക് ഫ്രീ ആയിട്ടോ ആക്റ്റീവ് ആയിട്ടോ ഫാമിലി യൂസർ ആയിട്ടോ വരിക. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കമ്പനിയിലുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കമ്പനിയിലുണ്ട്. അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന 3 പ്ലാറ്റ്ഫോം, നെവർ എൻഡിങ് പ്ലാറ്റ്ഫോം. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക, റീചാർജ് ചെയ്യുക, അവരെ കൊണ്ട് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ഈ സെഷൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ